സുപ്രധാന ഒരു ദിവസം തന്നെ തിരിച്ചടിക്കായി ഇസ്രയേൽ തെരഞ്ഞെടുക്കും എന്നുള്ള വാർത്തകൾ അന്താരാഷ്ട്ര തലത്തിൽ നിന്ന് ഉയർന്നു വരുമ്പോൾ ഇതിനെ എതിർക്കാതെ അമേരിക്ക പറയുന്നത് തങ്ങൾക്ക് അതിനെക്കുറിച്ച് വ്യക്തമായി യാതൊരു സൂചനകളും ഇല്ല എന്നാണ്. അത് ഒക്ടോബർ 7 ആ ദിവസമായി ഏവരും പറയുന്നത്. അതിന് കാരണം 2023 ഒക്ടോബർ 7 ഹമാസ് ഇസ്രയേൽ കടന്നു കയറി 1400ഓളം പേരെ വെടിവെച്ചും മൃഗീയമായും കൊലപ്പെടുത്തുകയും അനവധി പേരെ ബന്ദികളാക്കുകയും ചെയ്ത് അതിൻ്റെ 1-ാം വാർഷികമാണ് ഈ ഒക്ടോബർ 7. ആ ദിവസം തന്നെ ആയിരിക്കും ഇറാൻ്റെ മർമ്മപ്രധാന ഭാഗത്ത് വലിയ തിരിച്ചടി തന്നെ നൽകാൻ ഇസ്രയേൽ ഒരുങ്ങുന്നത്. ഒരുപക്ഷെ ആണവ നിലയങ്ങൾ തകർത്തുകൊണ്ടോ ഇല്ലെങ്കിൽ എണ്ണപ്പാടങ്ങൾ കൂട്ടത്തോടെ നശിപ്പിച്ചുകൊണ്ടോ ഉള്ള ഒരു വലിയ പ്രത്യാക്രമണം തന്നെ ആയിരിക്കും. ഏതായാലും തങ്ങളെ ആക്രമിച്ച് തങ്ങൾ തിരിച്ചടിക്കുമെന്ന് കഴിഞ്ഞ ദിവസം ഖമേനി തന്നെ പറയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും ഒക്ടോബർ 7 ഒരു നിർണായക ദിവസമായി മാറുന്നു. ഒക്ടോബർ 7 തന്നെ ജൂതന്മാർക്കെതിരെ വലിയ ആക്രമണം നടത്തുമെന്ന് ഭീകര സംഘടനകളും പറയുന്നുണ്ട്. ഏതായാലും ഒക്ടോബർ 7 ഇസ്രയേലിനെയും ഇറാനെയും ഇല്ലെങ്കിൽ ഹമാസിനെയും സംബന്ധിച്ച് മാത്രമല്ല ലോകത്തെമ്പാടുമുള്ള ജനങ്ങളെ സംബന്ധിച്ച് ഒരു നിർണായക ദിനമായി മാറുന്നു. കാരണം ഭീകരവാദികൾ എവിടെയും എപ്പോഴും ഒരു ആക്രമണം നടത്താനുള്ള സാധ്യതകളും നിലനിൽക്കുന്നു. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.